ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരവിന്ദാണ്. നേരിൻ്റെ ഒരു ടൈറ്റിൽ അതിൻ്റെ ഒരു ഡിസൈൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെ ആ ഒരു ബ്രെയിൽ ബുക്കിനകത്താണല്ലോ ആ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കാണിക്കണേ. അപ്പോൾ ആ ബ്രെയിൽ ബുക്കുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. 1 മിനിറ്റ് വീഡിയോയിലുള്ളൂ. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം പെട്ടെന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് വേണ്ട ബുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ അതൊന്നുകൂടി ഞാൻ റീക്രിയേറ്റ് ചെയ്യാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള ബുക്കൊന്നും അല്ല. അപ്പോൾ അതിൽ ഞാൻ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ആ നേരെന്നുള്ള ആ രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചെറിയ വീഡിയോ ആണ്, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടൈറ്റിൽ നമ്മുടെ രീതിയിൽ ഒന്ന് തട്ടിക്കൂട്ടി എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാം. ഓക്കെ, കാണില്ലേ നമുക്ക്? ഓക്കെ, യെസ്. ഇപ്പം ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ന്യൂ ഫയൽ എടുക്കണു. ഞാൻ വെർട്ടിക്കലായിട്ടാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോസിനൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ പിന്നെ യൂട്യൂബ് ഷോർട്സിലേക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ടാക്കണേ. ഇവിടെ ക്രിയേറ്റ് കൊടുക്കണം. 1980 1920 അല്ലേ, ഇത് കൊടുക്കണു. വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെറുതെ ഒരു കളർ ഫില്ല് ചെയ്യാം. ആദ്യം F7 പ്രസ് ചെയ്തിട്ട് നമ്മുടെ ലെയേഴ്സ് പാനൽ ഓണാക്കിയിടാം. ഞാനിവിടെ റെഡ് കളർ ജസ്റ്റ് നമ്മുടെ ടൈറ്റിൽ ഫസ്റ്റ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു കളർ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അത് വേറെ ഇമേജിലേക്ക് വലിച്ചിടുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നേര് ടെക്സ്റ്റ് രണ്ടാമത് കൊടുക്കാം. ഒരു പിക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ നേരിൻ്റെ ഈ ടൈറ്റിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, എന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഷോർട്സിൽ പറഞ്ഞു ഈസി ആയിട്ട് ചെയ്ത്, ഈസി എന്നുള്ളതല്ല, അവിടെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അതെടുത്ത് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയുടെ ഒരു സംഭവത്തിനകത്ത് വരുന്നുണ്ട്. ആ കുട്ടി ബ്ലൈൻഡാണ്. ബ്ലൈൻഡായിട്ടുള്ളൊരു കുട്ടി യൂസ് ചെയ്യുന്നിട്ടുള്ള ആ ഒരു ബ്രെയിൽ ബുക്ക് അല്ലേ, അത് നല്ലൊരു കൺസെപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തി, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ടാണ് ഉറൂബ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഉറൂബാണ്. ആ ഉറൂബ് കുറച്ച് ബോൾഡ് ചെയ്താണോ എന്ന് അറിയില്ല, അത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഏതാ ഫോണ്ട് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ്, ഒരു ബുക്ക് ഓപ്പൺ ആക്കിയിട്ടുള്ളൊരു ഇമേജ് വേണം, ബ്രെയിൽ ബുക്ക് ഓപ്പൺ ആയിട്ട്. ആ ഇമേജ് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഫ്രീ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ളതാണല്ലോ നോക്കുക. എനിക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കിട്ടിയത് ഇങ്ങനത്തെ ഒരു വാട്ടർമാർക്ക്, ഇതെല്ലാം തോന്നുന്നു അതേപോലെ തന്നെ വാട്ടർമാർക്കുള്ള ഒരു ബുക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഓപ്പൺ ചെയ്യണില്ല, കാരണം ആ വാട്ടർമാർക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വല്ല കോപ്പിറൈറ്റും വിളിച്ചാലും എനിക്കറിയില്ല അങ്ങനെ വരുമെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വാട്ടർമാർക്ക് ഉണ്ടായിരുന്ന ഇങ്ങനത്തെ ഒരു ഇമേജാണ്. അതിൽ വാട്ടർമാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കേസിൽ ഫോട്ടോഷോപ്പിലൊക്കെ വാട്ടർമാർക്ക് കളയാന്ന് പറഞ്ഞാൽ സിമ്പിളല്ലേ, വെറുതെ സെലക്ട് ചെയ്യുക, റിമൂവ് ടൈപ്പ് പോലും ചെയ്യേണ്ട, ജനറേറ്റീവ് ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പെയ്ഡ് ഫോട്ടോഷോപ്പിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജനറേറ്റീവ് ഫില്ല് വാട്ടർമാർക്ക് കളഞ്ഞ് എവിടെയെങ്കിലും വാട്ടർമാർക്കിന് ലക്ഷണം പോലും ഉണ്ടോ? ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ആ വാട്ടർമാർക്ക് കാണിക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ബുക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ നടുക്കാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ വെച്ചാൽ ഈ നടുക്ക് ഒരിക്കലും ഡാർക്കല്ല. നമ്മുടെ ഒറിജിനൽ നേരിൻ്റെ പോസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മെയിൻ. അപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പിക്ചറിന് നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ചെയ്യണം എന്താ വെച്ചാൽ ഈ ഒരു ഇമേജ്, ഇങ്ങനത്തെ ഒരു ഇമേജ് എടുത്തിട്ട്, അപ്പോൾ അത് ഇപ്പുറത്ത് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഈ ഒരു രീതിയിലേക്ക് മാറ്റണം. ഇത് വെറുതെ ഞാൻ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റ് ഈ ഒരു ഇമേജ് എടുത്തിട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടണം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ നടുക്കൊരു ഡാർക്ക് സംഭവം കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ Ctrl+Shift+N അടിച്ചിട്ട് ഞാൻ പുതിയൊരു ലെയർ ആഡ് ചെയ്യണം. ഇതിൻ്റെ നടുക്കിലേക്ക് കുറച്ച് ഡാർക്ക് ഇങ്ങനത്തെ ഈ ഒരു ബ്രൗൺ തന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രൗണ്, ഈ കളറിൻ്റെ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു കളറ് ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ അടിക്കണം. എന്നിട്ട് ബ്രഷിൽ വന്ന് ബ്രഷിൻ്റെ സൈസ് ഇത്തിരി കൂട്ടി, സൈസ് കൂട്ടാറിയാമല്ലോ, നമ്മുടെ ഈ ഓപ്പൺ ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇത്തിരി സൈസ് കൂട്ടിയിട്ട് റൈറ്റിൽ കൊടുത്ത് സോഫ്റ്റ് ബ്രഷ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നേരെ താഴെ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഡാർക്ക് കളർ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ ബ്ലെൻഡ് മോഡ് ഞാൻ ഇങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ലൈറ്റോ അല്ലെങ്കിൽ ഏതാ കൊടുക്കുക, ലീനിയർ ലൈറ്റോ ഏതാ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇത് കൊടുത്തു. Ctrl+T. ഇത്രയും വലുപ്പം വേണ്ട, കാരണം നമ്മുടെ നായുടെ ഇടയ്ക്ക് കറണ്ടല്ലേ. ഓൾട്ടും ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഈക്വലായിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്, അന്ന് ഞാൻ കാര്യമാക്കണില്ല. കാരണം നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ നടുക്കുള്ള ഭാഗങ്ങൾ മാത്രം മതി. വീണ്ടും ഒരു ലെയറും കൂടെ ആഡ് ചെയ്തു. അതിൽ ഈ ബ്രഷിൻ്റെ സൈസ് വീണ്ടും നല്ലോണം കുറച്ചു. അതേ കളർ കൊണ്ട് തന്നെ ചെറിയൊരു ഇങ്ങനൊരു പോയിൻറ്റ്, ഇവിടെ നേരെ താഴേക്ക് ഇങ്ങനൊരു പോയിൻറ്റ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലെൻഡിങ് മോഡൊക്കെ ഒന്ന് മാറ്റിയിടണം.
ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലെൻഡിങ് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയൊരു ഡാർക്ക് കളർ അവിടെ കയറാൻ വേണ്ടി വേണമെങ്കിൽ ഒരു കൺട്രോൾ G അടിച്ച് ഒരു കോപ്പിയും കൊടുത്ത് കൺട്രോൾ T അടിച്ച് ഓൾട്ടും ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കിയും കൂടെ വയ്ക്കാം. ചെറിയൊരു ലൈൻ അവിടെ അത്ര വേണ്ട അല്ലേ. കൺട്രോൾ T. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ എൻ്റെ ഐഡിയക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊന്നും എല്ലാവർക്കും ഒരു ഇതുണ്ട്. അവർക്ക് അങ്ങനത്തെ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. ഞാൻ ചെയ്ത സ്റ്റൈൽ നിങ്ങളെയും കൂടെ കാണിക്കണമെന്നുള്ളൂ. ഇത്ര ഒപ്പാസിറ്റി വേണ്ട, കുറച്ച് ഒപ്പാസിറ്റി മൊത്തത്തിലൊന്ന് കുറയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ച് ഞാൻ നടുക്കുള്ള ഒരു പോർഷൻ ഇങ്ങനെ കാണിച്ചു, മനസ്സിലാവണ്ട. ആ ഒരു വെട്ടും മടക്കൊന്നും കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ ഒറ്റ ലെയറായിട്ട് ഇവിടെ മുകളിൽ വന്നു. അപ്പോൾ താഴത്തെ ലെയറൊക്കെ ഓഫ് ആക്കിയിട്ടാലും നമുക്ക് ഇതൊറ്റ ഇമേജായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടണം. ഇനി എന്ത് ചെയ്യണം, ആ നേരിനകത്ത് മാത്രമായിട്ട് ഇത് കാണണം, അത്ര ചെയ്തിട്ടുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണു, ടെക്സ്റ്റിൽ വരണു, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണു. നമുക്കിതാ ഫോണ്ട് ഇവിടെ ഉറൂബാണ്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ഫോണ്ടാണ് വെച്ചിട്ടുള്ളത്. അതിനി മലയാളം ഫോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഗൂഗിളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അറിയാമല്ലോ, അവിടെ ഞാനിവിടെ മലയാളമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നേരു NERU നേരെന്ന് ടൈപ്പ് ചെയ്താൽ കറക്റ്റ് നേര് വന്നിട്ടുണ്ട്. ഈ നേര് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, കൺട്രോൾ C, നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളൊരു ഗുണം, പുതിയ വെർഷനിലുള്ളൊരു ഗുണമാണ് കേട്ടോ. ഫോണ്ടുകളൊക്കെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരിട്ട് പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ, നേര് എന്നുള്ള രീതിയിൽ വന്നു. പണ്ടൊക്കെ വേറെ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നേരെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വലുതാക്കി വെച്ചു. ആ ഒരു പേജ് ഇങ്ങനെ കവർ ചെയ്യത്തക്ക രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ മാത്രം വെറുതെ ഒരു കളർ, അവിടെ കളറിന് ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ വെറുതെ ഒരു വൈറ്റ് കളർ കൊടുക്കണം, ഒരു ഇമ്പോർട്ടൻ്റും ഇല്ല. എന്ത് കളറാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ കാര്യമുള്ള കാര്യമില്ല. അപ്പോൾ വെറുതെ ഒരു കളർ കൊടുത്ത് ഞാൻ കറക്റ്റ്, നമുക്കറിയാം ഈ ഒരു വെട്ട് ഭാഗം കറക്റ്റ് സെൻറ്ററിൽ വരും ഏകദേശം അല്ലേ. സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ നേര് എന്നുള്ള ആ ഒരു വാക്ക് അറേഞ്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, ഈ നേരിനെ നേരെ താഴേക്ക് ഇങ്ങനെ വെക്കണം. അതായത് ഈ ഒരു ബുക്കിൻ്റെ താഴത്തെ ലെയറിൽ കിടക്കണം. എന്നിട്ട് ഇതിനൊരു മാസ്ക് കൊടുക്കുകയാണ്. നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ക്ലിപ്പിംഗ് മാസ്കും ചെയ്യാം. വേറെ മെത്തേഡുകളുണ്ട്, പല മെത്തേഡുകളുണ്ട്. അതിൻ്റെ സെലക്ഷൻ മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയാം, എന്ത് ചെയ്യാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ലെയർ ഒന്ന് ഓണാക്കിയിടാം. കണ്ടില്ലേ, നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സാച്ചുറേഷൻ വേണമെങ്കിൽ ഒന്ന് കൂട്ടാം. കൺട്രോൾ U അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് സാച്ചുറേഷൻ ഇത്തിരി കൂട്ടിയിടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിന് കളർ ഇത്തിരി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പിക്ചറിന് അത് ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണോ, ജസ്റ്റ് ഒരു ഇമേജ് ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ നമ്മൾ കുറയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ടോ, ആ നേരെന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇപ്പോൾ ഈ ഫോട്ടോയിൽ ഞാൻ കുറച്ചൊന്ന് നമ്മുടെ വെളുപ്പൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി കൂടുതലൊന്നും കാണിക്കുന്നില്ല. എന്ത് ചെയ്യാണ്, ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തു. കണ്ടില്ല, അതിനകത്ത് ആ റെഡ് മാത്രമായിട്ട് കുറച്ചിങ്ങനെ കൂട്ടിയിട്ടു. അപ്പോൾ റെഡ് മാത്രം കൂട്ടുമ്പോൾ കുറച്ച് നമുക്ക് ഒരു മുഖത്തൊരു എടുപ്പൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ അതെങ്ങനെ വെക്കണില്ല, മഞ്ഞയൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇതിനകത്ത് വേറെ കളേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല. എന്നിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു സോഫ്റ്റ് ലൈറ്റ് കൊടുത്തു. അപ്പോൾ ഇത്രയും ഭയങ്കര ഡാർക്കായി പോയി അല്ലേ. ആ സോഫ്റ്റ് ലൈറ്റിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ. ഇപ്പോൾ ഓക്കെ, ഈ ഒരു ഇമേജിനെ ഇങ്ങനെ ഒന്ന് ഫേസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ടെക്സ്റ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്തിട്ടുള്ളത്, ഇതിനകത്തുള്ള ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്രെഡിറ്റ്സ് ഒന്നും അങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കണില്ല. അപ്പോൾ ജസ്റ്റ് PNG ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ ക്രെഡിറ്റ്സ് PNG എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ, അപ്പോൾ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുള്ള വെറുതെ അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള എന്തോ ഒരു ക്രെഡിറ്റ്സാണ് ഈ കാണുന്നത്. അതെടുത്തിട്ട് ഞാൻ താഴേക്കൊക്കെ വെക്കണം. അത് വരുമ്പോൾ ഒരു സിനിമാറ്റിക് സ്റ്റാൻഡേർഡ് നമുക്കറിയാതെ ഫീൽ ചെയ്തോളും. കൺട്രോൾ T അടിച്ച് ഒന്നിത്തിരി ചെറുതാക്കി കറക്റ്റ് അറേഞ്ച് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലേ, അത് കാണാൻ രസമാണ്. ആൻഡ്രോ ഓറോസ്കോ പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒന്നാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻ്റെ പേരൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പം ആശീർവാദമാണ്, ആഗ്രഹത്തിൻ്റെ പേരിൽ മനക്കോട്ട എന്ന് ടൈപ്പ് ചെയ്യണം, മനക്കോട്ട പ്രസൻസ് എന്തെങ്കിലും നല്ലൊരു ഫോണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം ഒന്ന് ഫോർമാറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഫോണ്ടുകൾ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ തൽക്കാലം ഒരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് ചെറുതാക്കി ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കണം. ഓക്കെ,
ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കൂടുതലായിട്ടൊന്നും ചെയ്യണില്ല. അപ്പോൾ ഈ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറേ പേര് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബുക്ക് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ആയതുകൊണ്ടൊന്നൊന്ന് ചുരുക്കി കാണിച്ചു എന്നുള്ളൂ. എളുപ്പമല്ലേ? അപ്പം ജസ്റ്റ് അങ്ങനെ ഒരു തട്ടിക്കൂട്ടിയൊരു പോസ്റ്റർ. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പോസ്റ്ററിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കൊടുക്കുക. ഈ സൈഡിൽ കൂടെ കുറച്ച് ഗ്രിഞ്ചൊക്കെ ആയിട്ട് ഞാൻ വെറുതെ ആ ഒരു തമ്പനയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? യെസ്, വീഡിയോ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. ഒരു കോഴി കടന്ന് പോകാമെന്ന് തുടങ്ങിയിട്ട് നേരം കുറയായി. അപ്പോൾ എവിടെ നിർത്തി? സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ഷെയറും കൂടെ ചെയ്യും കേട്ടോ. ഓക്കെ, കൂടെ നിന്നാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവിന്ദ്. താങ്ക് യു. കൂക്കണില്ലേ?